ഒരു വലിയ ട്രാപ്പിൽപ്പെട്ടു പോകേണ്ടിയിരുന്ന എന്നെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തിയ ആ ദിവസം തന്നെ ഞാൻ അവർക്ക് അന്തസ്സോടെ എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുത്തു. ലാസ്റ്റ് 1 year ആയിട്ട് എൻ്റെ ഡ്രാഫ്റ്റ് കിടക്കുന്ന ഈ വീഡിയോ കെയർ ഹോം നേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ചിലർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടാലോ? ഒരു സിലബസിലും നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ജീവിതം നമ്മളെ പഠിപ്പിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു വർക്ക് പ്ലേസിൽ നിന്ന് എനിക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ്. മലയാളി ആയിക്കോട്ടെ, ഏത് രാജ്യക്കാരായിക്കോട്ടെ, നമ്മൾ എത്ര കൂട്ടാണെങ്കിലും നമ്മൾ എത്ര വിശ്വസിക്കുന്നവരാണെങ്കിലും വർക്ക് പ്ലേസിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പോയി വെർബലി അവരോട് പറയരുത്. റിട്ടേൺ ആയിട്ട് തന്നെ, അതായത് പോളിസിയും പ്രൊസീജിയറും അനുസരിച്ച് തന്നെ അവർക്ക് എഴുതി കൊടുക്കുക. അവിടെ എൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഗ്യാങ് ആയിരുന്നു കേട്ടോ. ഒരു ഞായറാഴ്ച ആയിരുന്നു എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി. മാനേജ്മെൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സൈലൻ്റായിട്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാമായിരുന്നു. എന്നിട്ടും എന്നെ സ്നേഹിക്കുന്ന ഇവർ എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു ചെറിയ ഫെയർവെല്ല്. അപ്പോഴെനിക്ക് അഭിമാനത്തോടുകൂടി പറയാം, നിങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ബെസ്റ്റ് കൊളീഗ്സ്. ഇനി ഒരാളെയും ഞാൻ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനപ്പുറത്തേക്ക് അനിയനോ അനിയത്തിയോ സഹോദരനോ സഹോദരിയോ ഒന്നുമായിട്ട് കാണില്ല. കാരണം അവിടെ നിന്ന് പോന്നപ്പം എൻ്റെ ഏറ്റവും വലിയ വിഷമം നിങ്ങളെ ഇട്ടിട്ട് പോരുക എന്നുള്ളതായിരുന്നു. അങ്ങനെയൊരു ചിന്തയോ വിഷമോ ഇനി എൻ്റെ ഒരു വർക്ക് പ്ലേസിലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അതിപ്പോഴും ഞാൻ അതുപോലെ തന്നെ പാലിക്കുന്നു. കാരണം സ്നേഹിക്കുന്നവരെന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ നമ്മളെ ചതിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മളായിട്ടൊരു അവസരം ഒരുക്കി കൊടുക്കരുത്.